ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 2 വീടുകളാണ് മാർബിൾ ഹോംസ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടും ഏകദേശം ഒരേ ലാൻഡ് അളവ് തന്നെയാണ്, സ്ക്വയർ ഫീറ്റ് മാത്രം വ്യത്യാസമുള്ളൂ. ഇടപ്പള്ളിക്ക് അടുത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന 2 വീടുകളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇടപ്പള്ളിക്ക് അടുത്തായിട്ടാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് നോക്കുവാണെങ്കിൽ 4.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അമൃത ഹോസ്പിറ്റലിലേക്ക് ഇടപ്പള്ളി പള്ളിയിലേക്കും അതേ ദൂരമാണ്. ലുലു മാളിലേക്ക് കുസാറ്റിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ 5 കിലോമീറ്റർ, ആലുവയിലേക്ക് 11, എയർപോർട്ടിലേക്ക് 20, തൃപ്പൂണിത്തുറ നിങ്ങൾക്ക് അറിയണമെങ്കിൽ 17 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്കിത് ഇടപ്പള്ളി മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഫെമിലിയർ ആണ് എല്ലാവർക്കും. അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 3.25 സെന്റിലാണ് ലാൻഡ് വരുന്നത്. 1425 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്, നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വീടുകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഈ കാണുന്ന 2 വീടുകളുടെയും ലാൻഡ് അളവ് സെയിം ആണ്, വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസം മാത്രമാണ് സ്ക്വയർ ഫീറ്റിലുള്ളത്. നമുക്ക് അതിനകത്ത് നിന്ന് ഒരു വീടാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കാണുന്ന വീടാണ്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറും ബ്രൗൺ കോമ്പിനേഷനിലും ഭംഗിയായ ഡിസൈനിലും ടെക്സ്ചർ വർക്കിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഗേറ്റ് വന്നിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. റോഡിലൂടെ പോകുന്നവർക്കൊക്കെ നമ്മുടെ വീടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കാൻ തോന്നുന്ന രീതിയിൽ ഭംഗിയുള്ള എലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീണ്ട് പരന്ന ഒരു മോഡലിലാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. പെയിന്റിങ്ങുകളുടെ കോമ്പിനേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നമ്മുടെ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സിനൊക്കെ ആയിട്ട് വേറെയും ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഫ്ലോർ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കോളൂ, ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയകൾ കിട്ടുന്നുണ്ട്. ചെടികളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ ഒരു ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. മെയിൻ ഗേറ്റ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെയും ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സെറ്റ് ബാക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മെറ്റൽ ചിപ്പുകൾ വിരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് കിച്ചന്റെ ഡോർ ആണ്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോറിങ്ങുകൾ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റൂഫും സൈഡും കൂടെ കവർ ചെയ്തെടുത്താൽ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. പില്ലർ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലാണ്, കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 9 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഭംഗിയായ ഡിസൈനിന്റെ സിമ്പിൾ ആയ മോഡലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് ബാക്കിയുള്ള 3 വിൻഡോസും വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയ വർക്കുകളും നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഒരു ഫാൻ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കൂടി വരുന്ന ഭംഗിയുള്ളൊരു ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഭംഗിയായ ഡിസൈനിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ താഴെയുള്ള ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ഭാഗത്ത്
സ്റ്റെയർകേസിന്റെ താഴെയും നമുക്ക് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. സോ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 13 അടി നീളവും 13.5 അടി നീളവും 9 അടി വീതിയിലുമാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. 8-10 പേര് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളുണ്ട്. മുകളിൽ മിറർ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ മുകളിലായിട്ട് എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയ 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഹാൾ ആണ് നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള പവർ പോയിന്റും സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇവിടെ കിച്ചണും കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് വരുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് ഉണ്ട്. ഈ വോളിൽ നല്ലൊരു ഡിസൈനുള്ള വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. എയർ ഹോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മിററോട് കൂടിയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡിസൈൻ തന്നെയാണ്. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തുകൂടി നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ട് ഇവിടെയും നമുക്കൊരു കബോർഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് കംപ്ലീറ്റ് ഡോർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഒതുങ്ങിയ കിച്ചൺ ആണെങ്കിലും സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ നോക്കിയാൽ ഗ്രേ ഷെയ്ഡ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ നമുക്ക് അവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. ഇപ്പം പുറത്ത് ഓപ്പൺ സ്പേസ് ആണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്തെടുക്കാനുള്ള ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഇവിടെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിലേക്ക് നമ്മൾ നേരെ വരുമ്പോൾ കാണുന്ന വോളില് 3 വിൻഡോസ് ഉണ്ട്. നല്ല ഡിസൈനിലാണ് ആ ഒരു വോള് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 9.5 അടി നീളവും 9.5 അടി വീതിയിലുമാണ് വരുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ കൂടെ തന്നെ മിറർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. എയർ ഹോൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. വൈറ്റിൽ നല്ല ബ്രൗൺ ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഫ്ലോർ ടൈലുകൾക്ക് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് ആണ് കണ്ടത്. റൈറ്റ് സൈഡിലേക്ക് നേരെ വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു ഹാള് തന്നെയാണ്. 4 വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നല്ലൊരു വോള് കിട്ടുന്നുണ്ട്. കേബിളിന്റെ ലൈനൊക്കെ ഓൾറെഡി ഹോൾസ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള പവർ പോയിന്റും പ്ലഗ് പോയിന്റും എല്ലാം തന്നെ വരുന്നത്. ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ തുടങ്ങിയുള്ള റൂഫ് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും നല്ല കളർ കോമ്പിനേഷൻസ് ഉള്ള പെയിന്റിങ്സും ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സും ഇവിടെ ഒരു ഫാനും കൂടെയാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റിക്ക് ആയിട്ടുള്ള സ്പേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് എല്ലാം കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. റൂഫ് നമുക്ക് കവർ ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. നേരെ ടെറസിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വിൻഡോസ് വെച്ചിരിക്കുന്ന വോള് നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ബാക്കിയുള്ള വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, എന്നാലും നല്ല വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഉണ്ട്. എയർ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു കബോർഡ് കിട്ടുന്നുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സിമ്പിൾ ആണെങ്കിലും സൗകര്യത്തോടു കൂടിയിട്ട്
നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിക്ക് വളരെ അടുത്താണ്. അമൃത ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ ആണ്. അതുപോലെ നമുക്ക് ഇടപ്പള്ളി പള്ളിയിലേക്കും ലുലുവിലേക്കൊക്കെ 5.5 കിലോമീറ്ററും കുസാറ്റിലേക്ക് 5. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ആലുവ, തൃപ്പൂണിത്തുറ എയർപോർട്ട് ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് എത്താവുന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരേപോലുള്ള 2 വീടുകളാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ടുള്ളത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഫേസിംഗ് ആയിട്ടാണ് നമ്മൾ ഈ 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. 3.25 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1425 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. യൂട്ടിലിറ്റി സ്പേസും കിട്ടുന്നുണ്ട്. 3.25 സെന്റ് ലാൻഡിൽ 1425 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 72 lakhs ആണ്. 72 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇടപ്പള്ളിക്ക് വളരെ അടുത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ചാൻസ് കളയണ്ട. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. വീടുകൾ കാണാനായിട്ട് എന്നാണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. അതനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഒട്ടും വൈകണ്ട. നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.